എന്തോ ചേച്ചി? പൂജാപുഷ്പം താഴെ വീണു. ദോഷം കിട്ടോ? ദോഷം കിട്ടാൻ പാപമൊന്നും ഗംഗേച്ചി ചെയ്തില്ലല്ലോ. മനസ്സ് നല്ലതാണെങ്കിൽ ചെറിയ തെറ്റുകളൊക്കെ ദൈവം ക്ഷമിക്കും. ഇന്ന് അമ്മയുടെ ജന്മനാളല്ലേ? ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. നിനക്ക് അമ്മയുടെ മുഖം ഓർമ്മയുണ്ടോ ഗിരി? നിനക്കന്ന് 5 വയസ്സാ. അന്നൊരിക്കൽ ഉത്സവത്തിന്റെ അന്ന് അമ്മയുടെ കൈപിടിച്ച് അമ്പലത്തിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ദേവിയുടെ മുഖായിരുന്നു അമ്മയ്ക്ക്, അല്ലേ ഗംഗേച്ചി? അമ്മയെന്ന് പറഞ്ഞാൽ തന്നെ ദൈവമല്ലേ? പക്ഷേ നമുക്കൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ചിലപ്പോ നമ്മളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തവരായിരിക്കും. ഒരു ജന്മം പാപം ചെയ്താ 7 ജന്മം അനുഭവിക്കുന്നല്ലേ? ഈ ഗംഗേച്ചിയുടെ ഓരോ വർത്താനം. അമ്മ മരിച്ചത് അസുഖം വന്നല്ലേ, അല്ലാതെ നമ്മൾ പാവം ചെയ്തിട്ടൊന്നുമല്ലോ. അമ്മ പോയെങ്കിലും കാഞ്ചനാമ്മ ഉണ്ടല്ലോ, അതും അമ്മ തന്നെയല്ലേ? ഓ, കാഞ്ചനാമ്മ. അമ്മയ്ക്ക് പകരാവോ രണ്ടാനമ്മ? പാലിന് പകരാവോ കഞ്ഞിവെള്ളം? ഇങ്ങനൊന്നും പറയല്ലേ ഗിരി. കാഞ്ചനാമ്മയെ നമ്മൾ അമ്മയുടെ സ്ഥാനത്ത് കാണണം, ഇല്ലെങ്കിൽ ദോഷ. ചേച്ചിക്ക് എന്ത് പറഞ്ഞാലും ഈ പാപത്തിന്റെയും ദോഷത്തിന്റെയും കാര്യം മാത്രമേ ഉള്ളോ? ഈ ദിവസമെങ്കിലും ഇത്തരം വർത്താനൊന്നും പറയാതിരിക്കേ. ആ ഗിരി, സമയം പോയി. പ്രഭാത പൂജയ്ക്കുമ്പോ അമ്പലത്തിലെത്തണം. തിരക്ക് കൂടിയ പ്രസാദം കിട്ടില്ല. ഓ, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. പെണ്ണുങ്ങളുടെ തിരക്കായിരിക്കും അവിടെ. സിനിമാ തിയേറ്ററിലെ പോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവിടെ പ്രത്യേക ക്യൂ ഏർപ്പെടുത്തേണ്ടി വരും. എങ്ങോട്ടാ? ഞങ്ങൾ അമ്പലത്തിൽ പോവാ കാഞ്ചനാമ്മേ. ഇന്ന് അമ്മയുടെ ജന്മനാളല്ലേ? ഓ, മന്ദിർ മെഞ്ചാരാ ജന്മനാള്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? മരിച്ചവര് മരിച്ചില്ലേ, പിന്നെ എന്തിനാ ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞ് ക്ഷേത്രത്തിൽ കയറി ഇറങ്ങുന്നേ? നിന്റെ പിതാജി അപ്പൂട്ടൻ നായർക്കേ ആ സ്ത്രീ ഒട്ടും ഇഷ്ടല്ലായിരുന്നു. നേരത്തെ ചത്തത് കാര്യായി. എന്റെ അമ്മയെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ആരാണെന്ന് ഞാൻ നോക്കില്ല. ഗിരി, ഒന്നും മിണ്ടാതിരിക്കേ. കുറച്ചു നാളായി ഈ ആക്ഷേപം തുടങ്ങിയിട്ട്. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ. ഗിരി, എന്താ ഇത്? നീ എന്തായി കാണിച്ചേ? അവർക്ക് അങ്ങനെയൊക്കെ പറയാമോ നമ്മുടെ അമ്മയെ പറ്റി? എന്ത് തെറ്റാ നമ്മുടെ അമ്മ അവരോട് ചെയ്തത്? വരൂ ഗംഗച്ചി, നമുക്ക് അമ്പലത്തിൽ പോവാം. വരൂ, പോവാന്നേ. ഞാനിന്ന് വരുന്നില്ല ഗിരി, നീ പോയിട്ട് വന്നാ മതി. നമ്മൾ ഇന്ന് ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നേ. വാ. ഗംഗച്ചി, 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 ചേച്ചി.
ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പൂപ്പാത്രമായിരുന്നു. അത് നഷ്ടമായി. ആ അത് പോട്ടെ, നമുക്ക് വേറൊന്നും വാങ്ങാം. വായിച്ചി. വരട്ടെ. ശരി. ശാലിനി, വരൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഏയ്, ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നോളാം. കയറുന്നേ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വീടൊന്ന് കണ്ടുവച്ചേക്കാമല്ലോ. അതെ, ഇതൊരു നല്ല സൗഹൃദത്തിന്റെ തുടക്കമാവട്ടെ. വാ, വരുന്നേ. അയ്യോ, ചോര. നോക്കട്ടെ, വലിയ മുറിവാണോ? ഏയ്, ഒന്നുമില്ല. നിന്നോട് ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ഇന്നാകെ ദുശകനങ്ങളാണ്. ശ്രദ്ധയില്ലാതെ ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് ദുശകനങ്ങളാണെന്ന്. വണ്ടിയെട്. ഓ, ഉത്തരവ്. വരൂ. ഇരിക്കൂ. എന്റെ ഏട്ടനാണ്, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ്. ഹലോ. ഹലോ, ഞാൻ ഗിരി. ഇതെന്റെ ചേച്ചി. ആ, ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ടതാ. അല്ല, നെറ്റി മുറിഞ്ഞിരിക്കുന്നല്ലോ, എന്തുപറ്റി? അത് ചെറുതായിട്ടൊന്ന് മുട്ടിയതാ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു കപ്പ് ചായ. അയ്യോ വേണ്ട, പോകാൻ ധൃതിയുണ്ട്. ഇനിയിപ്പോ എപ്പോ വേണമെങ്കിലും വരാമല്ലോ. ചായക്ക് അപ്പോഴാവാം. ശരി, എന്നാ ഞങ്ങള് ആയിക്കോട്ടെ. പോ. ശരി. ആ, ഹലോ. ഇപ്പോഴും സ്വപ്നം കണ്ടോണ്ടിരിക്കുക? കിടന്നുറങ്ങാൻ നോക്ക്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉറക്കത്തിൽ കാണാം. മുത്തു പേടിക്കണ്ട, സദാശിവൻ ഒന്നും ചെയ്യില്ല. ഞാൻ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞു. മീനാക്ഷക്കാവെ, അയാൾ എന്തെങ്കിലും ചെയ്യും.
മീനാക്ഷി ഞങ്ങളോടൊപ്പമല്ലേ? അയാൾ വെറുതെ വന്ന് വരട്ടീന്ന് വെച്ച് ഞങ്ങളെല്ലാം മുൻകരുതലും എടുത്തിട്ടുണ്ട്. എനിക്ക് മീനാക്ഷി അക്കാവെന്ന് പാക്കണം. മുത്തുവിനെ എപ്പോ വേണമെങ്കിലും വന്ന് കാണാലോ. ഞാൻ ഇന്നേക്കേ പോറേ മീനാക്ഷി അക്കാവെ പാകൃതിക്ക്. മുത്തു ഒരു കാര്യം ചെയ്തോളൂ, കുറച്ചു ദിവസം മീനാക്ഷിയോടൊപ്പം താലോലത്തിൽ താമസിച്ചോളൂ. അത് നടക്ക മാട്ടെ. പിന്നെ എനിക്ക് വേല കിടക്കാത്. വേറെ ആള് വരും. കുട്ടികൾ ഇങ്ങനെ തൊഴിലെടുക്കുന്നത് ഇവിടെ കുറ്റകരമാണെന്ന് അറിയോ? ഉം ഉം. മുത്തുവിന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ലമ്മ, ഞാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ? എന്റെ അക്ക ഒറ്റയ്ക്കാവും. ഞാൻ പഠിക്കാൻ നോക്കിയാ കാശുണ്ടാക്കാൻ ഒത്തിരി സമയം എടുക്കും. അതിനു മുമ്പ് എനിക്ക് കാശുണ്ടാക്കണം. അതിനിപ്പോഴേ വേല ചെയ്യണം. എന്റെ അക്കാന്റെ ഭാവിതാണ് എനിക്ക് മുഖ്യം. എന്റെ അക്കാവുക്ക് ഞാൻ മട്ടും അപ്പോ ഞങ്ങളൊക്കെ അന്യരാണോ? അത് പോതും. ரொம்ப நன்றி. ഞാൻ വരട്ടുമാ. കൊഞ്ചം വേല ബാക്കി ഇருக்கு. അതുക്കപ്പുറം മീനാക്ഷി അക്കാവെ പാക പോണം. പോയി കണ്ടോളൂ. പക്ഷേ സദാശിവം മുത്തുവിനെ കൊണ്ടുപോകാൻ വന്ന വിവരം മീനാക്ഷിയോട് പറഞ്ഞാൽ അവള് പേടിക്കും. അതുകൊണ്ട് തൽക്കാലം അതൊന്നും പറയണ്ട. പറയോ? ഇല്ലമ്മ. വെരി ഗുഡ്. വരട്ടുമാ. ആരാടോ അത്? ഇതാണ് മീനാക്ഷിയുടെ. ഓ, മുത്തു, ആ ഇസ്തിരി പയ്യൻ. ഉം. ആ, പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ട് എന്തായി? പോലീസിലൊക്കെ സദാശിവന് നമ്മളെക്കാൾ സ്വാധീനമാ. അപ്പറഞ്ഞത് നേരാ. നമ്മളെക്കാൾ ഇൻഫ്ലുവൻസ് അവർക്കാ ഇപ്പോ. ഗുണ്ടാ വിളയാട്ടത്തെക്കുറിച്ച് ഒരു ലേഖന പരമ്പര എഴുതാലോ എന്ന് ആലോചിക്കുക. ശരിയാ മാധവേട്ട, അതൊരു നല്ല കാര്യമാ. ഞാനും അതിന് സഹായിക്കാം. ഒരുപാട് പോയിന്റ്സ് എന്റെ കയ്യിലുണ്ട്. കാര്യം ശരി തന്നെ. ചിലപ്പോ അതിരാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോ തല യഥാസ്ഥാനത്ത് കണ്ടില്ലെന്നിരിക്കും. ഓ, ഒരു പേടിത്തൊണ്ട്. മാധവേട്ടൻ പേനെടുത്ത് പണി തുടങ്ങി. ഇനി ഒട്ടും സമയം കളയണ്ട. ജീവിതമായ കുറച്ച് അഡ്വഞ്ചറൊക്കെ വേണ്ടേ? എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് ദേ ഫോൺ. വല്ല ഗുണ്ടകളും ആയിരിക്കും. ദൈവങ്ങളെപ്പോലെ വിറ്റകള്. ജ്ഞാനദൃഷ്ടി അപാരമാ. ചെല്ല്. ഹലോ. ആ, ഇത് ഞാനാ, സദാശിവൻ. എന്താ മാഡം, നാവ് ഇറങ്ങിപ്പോയോ? നിങ്ങൾ എന്നെക്കുറിച്ച് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു അല്ലേ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ലാതെ തന്നെ നിങ്ങൾ പോലീസിനെ നോട്ടപ്പുള്ളിയല്ലേ? ആ, ഇപ്പൊ മനസ്സിലായല്ലോ പോലീസ് എനിക്ക് പുത്രിയല്ലെന്ന്. സദാശിവൻ, പ്ലീസ്, മീനാക്ഷിയെ വെറുതെ വിടണം. അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഹ, അങ്ങനെ വഴിക്ക് വാ മാഡം. അവൾ എന്നോടൊപ്പം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങൾ അതിൽ ഇടപെടരുത്. ആ കേസ് എനിക്ക് വിട്ടു തന്നേക്ക്. ഇല്ല, മീനാക്ഷിയെ ഞങ്ങൾ വിട്ടുതരില്ല. താനതിന് ശ്രമിക്കുകയും വേണ്ട. ഓഹോ, അപ്പൊ രണ്ടും കൽപ്പിച്ചാണ്. ചീത്തയായ ഈ സദാശിവൻ വെറും ചെറ്റയാ. നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല സദാശിവൻ. നിങ്ങളെ പോലുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വെരി ഗുഡ്, സമ്മതിച്ചിരിക്കുന്നു. ഞാൻ എടുക്കാടോ അവന്റെ ഒരു ഗുണ്ടാക്കളി. ആരാടാ നീ? എന്തുകൊണ്ടാ നിനക്ക്? സാർ, ഇത് ഓഫീസിൽ നിന്ന് ബാലനാണ്. ഓ, അത് ആള് മാറിപ്പോയതാ. ഇറ്റ്സ് ഓക്കെ സാർ. സോറി. ആ, സാറൊന്ന് അത്യാവശ്യമായി ഇവിടെ വരെ വരണം. ഒരു മാറ്റർ ഫൈനലൈസ് ചെയ്യാനാ. ഓക്കെ, ഞാനെത്താം. ഞാൻ കരുതി. മാധവേട്ട, ഗുണ്ടകളെ കുറിച്ചുള്ള ആ ലേഖന പരമ്പരയുടെ ജോലി ഇന്ന് തന്നെ തുടങ്ങണം. വേണോ? വേണം, തീർച്ചയായും വേണം. പെൺചൊല്ല് കേൾക്കുന്നവൻ പെരുവഴിയിലാവുന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ആകുമോ എന്റെ ഗതി? ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കെ. വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. അത് മിസ്റ്റർ അരുണിന്റെ ഡ്യൂട്ടിയല്ലേ? ഇവിടെ മറ്റാരും. അവരെയും ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടാവും. യെസ്, വിളിക്കൂ. ഗംഗ, ഈ കേസിൽ എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് മിസ്റ്റർ ശ്യാമപ്രസാദ്. എന്താ അത്? അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, രണ്ടാം പ്രാവശ്യമാണ് രേണുകയെ കാണാനില്ലെന്ന പരാതി എനിക്ക് കിട്ടുന്നത്. യെസ്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ, ഇതാണ് എൻ്റെ ഭാര്യ ഗംഗ. ഹലോ. നമസ്തേ. ഇത് ഗംഗയുടെ അനിയത്തി. ആ ഗംഗ,
ഇതാണ് ഞാൻ പറഞ്ഞ CI മിസ്റ്റർ അരുൺകുമാർ. ഉം. രേണുകയെ പറ്റി അന്വേഷിക്കുന്ന. ഇരുന്നോളൂ. ഈ KT അപ്പുക്കുട്ടൻ നായർ